ആനപ്പേടിയിൽ കഴിയുന്ന കോവിൽമല പാമ്പാടിക്കുഴിയിൽ വനംവകുപ്പ് നിർമ്മിച്ച വൈദ്യുതി വേലി ചാർജ് ചെയ്യുവാൻ നടപടിയില്ല. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വൈദ്യുതി വേലി സ്ഥാപിച്ചത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് കമ്മീഷൻ പറ്റിയതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. ആനശല്യത്തിൽ ആദിവാസി കർഷകർ വലയുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ സോളാർ വേലി കാടുകയറി നശിക്കുകയാണ്. കോവിൽമല ആദിവാസി കോളനിയിലെ ആദിവാസി കുടിയിൽ ഒന്നാണ് പാമ്പാടിക്കുഴി. വനത്തോട് ചേർന്നുള്ള ഈ പ്രദേശം ഇപ്പോൾ വന്യമൃഗ ഭീഷണിയിലാണ്. കർഷകർ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ വിളവെടുപ്പ് ആനയും മറ്റ് വന്യമൃഗങ്ങളാണ് എടുക്കുന്നത്. അടുത്ത കാലത്താണ് ഇവിടെ വന്യമൃഗ ശല്യം രൂക്ഷമായത്. ജനങ്ങളുടെ ജീവന് തന്നെ കാട്ടാന ഭീഷണി സൃഷ്ടിക്കുകയാണ്. കർഷകരുടെ ഭൂമിയിൽ വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ 3 വർഷം മുമ്പ് വനം വകുപ്പ് സോളാർ വേലി സ്ഥാപിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ ഇത് ചാർജ് ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. വന്യമൃഗ ഭീഷണി കാരണം വേലി ചാർജ് ചെയ്യണമെന്ന് വനംവകുപ്പിനോട് അഭ്യർത്ഥിച്ചുവെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് കർഷകരെ വലിയ ദുരിതത്തിലാണ് ആക്കിയിരിക്കുന്നത്. 3 വർഷമായി കാണുമായിരിക്കും ഈ പെൻസിൽ ബെൻഡിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന്, അതായത് VSS, നമ്മുടെ കേരള സർക്കാരും കൂടെ കൂട്ടി ചെയ്തിരിക്കുന്നത് ഒരു 10-18 ലക്ഷം രൂപ മുടക്കി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് ജനങ്ങൾക്കൊരു പ്രയോജനമില്ല. കാരണം ആന വന്ന് കയറുന്നു, പന്നി വന്ന് കയറുന്നു, ജനങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഈ ഉറക്കളയൊക്കെ മാറ്റാൻ വേണ്ടി ഇതൊക്കെ സർക്കാർ ഒന്ന് നിലവിൽ കണ്ട് ഒന്ന് പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു. ചാർജ് ചെയ്തിട്ടില്ല, ഇതേവരെ ചാർജ് ചെയ്തിട്ടില്ല. ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല. കാരണം 3 വർഷം കഴിഞ്ഞു ഇപ്പം ചെയ്തിട്ട്, 3-3.5 വർഷമായി ചെയ്തിട്ട്. ഇതേവരെ ഇതിനെക്കുറിച്ച് യാതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരോ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലുമില്ല. ലക്ഷങ്ങൾ മുടക്കിയ സോളാർ വേലിയിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ കാട്ടാനകൾ പലയിടത്തും തകർത്തു കഴിഞ്ഞു. സോളാർ വേലിയിൽ കാട്ടുചെടികളും വള്ളിപ്പടർപ്പുകളും പടർന്നു കയറി ബാക്കി ഭാഗവും നാശത്തിന്റെ വക്കിലാണ്. ആദിവാസികളുടെ കൃഷിയും ജീവനും സംരക്ഷിക്കാൻ വനം വകുപ്പ് സ്വീകരിച്ച നടപടി ഉദ്യോഗസ്ഥരുടെ കീശ വീർക്കാൻ മാത്രമാണ് പ്രയോജനപ്പെട്ടതെന്നാണ് ആദിവാസികളുടെ ആരോപണം. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.